ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ റെസ്റ്റൻ ലേക്സിലെത്തി. അങ്ങനെ ഹൈഫൻ്റെ ബസ് യാത്രയൊക്കെ കഴിഞ്ഞത് അവിടെ വന്നു. ഞങ്ങൾ ലേക്സ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇതാണ് റെസ്റ്റൻ ലേക്സിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടുന്ന് ഇങ്ങനെ പോയി അങ്ങനെ കറങ്ങി ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. 10 മിനിറ്റ് അല്ല, 10-15 മിനിറ്റ് നടക്കാനുണ്ട് മൊത്തമായിട്ട്. ജസ്റ്റ് നടക്കണമെങ്കിൽ മാത്രം. അതിൻ്റെ ഇടയിൽ കുറച്ച് ഷോപ്പിങ്ങുകളും കാര്യങ്ങളും. നമുക്ക് M&Sൻ്റെ ഫുഡ് ഹാളുണ്ട്, പിന്നെ പ്രൈമാർക്ക് ഉണ്ട്, പിന്നെ അപ്പുറത്ത് മറ്റേ സൂപ്പർ ഡ്രഗ്, നെക്സ്റ്റ്, അങ്ങനെ കുറേ പ്രീമിയം ഷോപ്സും കാര്യങ്ങളും അങ്ങനെ ഉണ്ട് കുറേ. പിന്നെ കോഫി ഉണ്ട്, പിന്നെ ഫൈവ് ഗൈസ്, അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ വേറെ. പിന്നെ ഏറ്റവും എൻഡിലായിട്ട് ഒരു സിനിമ തിയേറ്റർ. അങ്ങനെയാണ് ഇത് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാറിൽ വരികയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഏകദേശം ഒരു 20 മിനിറ്റാണ് ഇങ്ങോട്ട് ഡ്രൈവ് ഉള്ളത്, 20-25 മിനിറ്റ്. ഇവിടെ നമുക്ക് 5 hours ഫ്രീ പാർക്കിംഗ് ഉണ്ട്. വന്നതിന് 5 മണിക്കൂർ പാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് പാർക്കിംഗ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫിനെ കണ്ടുകഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും പാർക്കിംഗ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി. കാരണം ഇവിടെ മൂവീസൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ചിലപ്പോൾ ടൈം എക്സ്റ്റെൻഡ് വേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അത് ഉപകാരപ്പെടും. ഇതാണ് റെസ്റ്റൻ ലേക്സിൻ്റെ ഒരു ഔട്ട്ലൈന്. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പോവല്ലേ ഹൈഫാ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ഫസ്റ്റ് അവിടെ അല്ല, ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ചുറ്റി വരാം. ഓക്കെ, നടക്കുന്നു. അതാ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നടക്കാം. എന്നിട്ട് ലേക്സിൻ്റെ അങ്ങോട്ട് പോവാം. കാരണം ലേക്സ് അപ്പുറത്തെ സൈഡിലാണ്, അങ്ങോട്ട് പോകണം നമുക്ക്. അതൊന്നുമില്ല, അങ്ങോട്ട്. ഇങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടക്കാണ്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഫുള്ള് നടക്കാൻ തന്നെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ കുറേ ഷോപ്സുകളുണ്ട്. ഇതിപ്പോൾ M&Sൻ്റെ ഒരു ഔട്ട്ലെറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളാണ്. പിന്നെ അപ്പുറത്ത് നമുക്ക് സ്പോട്ട് ഡയറക്റ്റ്, JD, നെക്സ്റ്റ്, അങ്ങനെ കുറച്ച് ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട്. എങ്ങോട്ടാ പോകണം? മെല്ലെ പോകും. ഇത് ഡ്രസ്സുകൾ കാര്യങ്ങൾ, അങ്ങനെ പച്ച ഡ്രസ്സ് നല്ല ഡ്രസ്സുണ്ട്. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം കറങ്ങാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ. ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തോ ഇതാണ്. ഇത് ബൂട്ട്സ് ഫാർമസിയാണ്. നമുക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ. മേക്കപ്പ് സെറ്റുകളെല്ലാം കിട്ടും ഇവിടെ. ജസ്റ്റ് മെഡിസിൻ മാത്രമല്ല, അവരുടെ ഒപ്റ്റിക്സ്, അങ്ങനെ കുറച്ചതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് പാവങ്ങളുടെ കട. അതായത് പാവങ്ങളുടെ കട പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമാർക്ക്. ഇവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കുറവാണ് ഡ്രസ്സുകൾക്കും കാര്യങ്ങൾക്കും ബാക്കിയുള്ള ഷോപ്പൊക്കെ കമ്പയർ ചെയ്യാനൊക്കെ. പിന്നെ ഇവിടെ റെസ്റ്റൻ ലേക്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു സ്റ്റോറാണ് ഇതിൻ്റെ ഉള്ളിൽ. നീ ഇവിടെ വന്നിട്ട് ഇതുവരെ കയറിയില്ലല്ലോ? അന്ന് വന്ന് നമ്മൾ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയില്ലേ? ഇവിടെ അത്യാവശ്യം വലിയ ഷോപ്പിംഗ് ആണ് ഇവിടെ. കുറേ ഉണ്ട് ഇവിടെ നടക്കാനിങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ഇടയിലിടയിലായിട്ട് ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ട്, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരാൻ. അതൊക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്തു തരും. പിന്നെ ഷൂസിൻ്റെ കാര്യങ്ങൾ കുറേ ഫുഡ് ട്രക്ക് ഉണ്ട് ഇവിടെ. ഇത് അത്യാവശ്യം അവിടെ ഇരുന്നിങ്ങനെ കഴിക്കാൻ ഫുള്ള് ഫുഡ് ട്രക്ക്. ഇതൊക്കെ മെയിനായിട്ട് ഇംഗ്ലീഷ് ഫുഡ്സ് ആണ് കേട്ടോ. അവരുടെ പേസ്ട്രീസും അതുപോലെ തന്നെ ഡോണറ്റ്സും കാര്യങ്ങളും. കേക്ക് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. മെയിനായിട്ട് ഇതുണ്ട്, കുറേ ഉണ്ട്. വീതി വിശാലമായ ഒരു പ്ലേസ് ആണ്. കുറേ നടക്കാനുണ്ട്. ആ നേരെ കാണുന്നതാണ് മറ്റേ ആ എൻഡിൽ പോണം. എന്തിന്? സ്കെച്ചേഴ്സിന്. എനിക്ക് വാങ്ങിച്ചതാണ്. അത് ഐ സ്റ്റോർ ഉണ്ട്. കാരണം ആപ്പിളിന്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റോറാണ്. ആപ്പിൾ സ്റ്റോർ അല്ല, ആപ്പിൾ സ്റ്റോറിന്റെ വേറൊരു ബ്രാൻഡാണ് ഐ സ്റ്റോർ. നമുക്ക് അവിടെ പ്രൊഡക്ട്സ് ഒക്കെ മറ്റേ എല്ലാം കിട്ടും. ആപ്പിളിന്റെ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. കുക്കറി, ഫുള്ള് പിൻട്രസ്റ്റി സാധനങ്ങൾ. എന്ത് കണ്ടാലും പിങ്ക് പാന്, പിങ്ക് പാന് ഒക്കെ മെൻസും ഉണ്ട്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. നടക്കുമ്പോ എങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് സംസാരിച്ച് നടക്കുക പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഒന്നാമത് തണുപ്പ് ഇങ്ങനെ അടിക്കുന്നത്, ഷോർട്ട് ഇടാനുള്ള എല്ലാം കൂടെ ആയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് വരെ താങ്ങാൻ കഴിയണ്ട ഈ തണുപ്പ്. ഇക്കാക്ക് തണുപ്പ് താങ്ങാൻ കഴിയുന്നില്ല. പണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ ആ പച്ചക്ക് ഇഷ്ടായി പോയിട്ട് പച്ച. ആ ഒരു സൈഡ് ഉണ്ടോ? അവിടെയാണ് മൊത്തം ലേക്കിന്റെ ഇതുള്ളത്. നമ്മൾ അങ്ങോട്ട് കാണുന്നുണ്ട്. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങനെ കറങ്ങി അടിച്ചിട്ടേ അങ്ങോട്ട് പോവാ. പിന്നെ ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ശേഷം കാണാം. ലൈറ്റിങ് പോണതിന് മുമ്പ്
ഇത് മൊത്തം കവർ ചെയ്താലാണ് ഇത് കാണാൻ കഴിയുള്ളൂ. ഷോപ്പിന്റെ ഉള്ളിൽ പിന്നെയും ലൈറ്റ് ഉണ്ടാവും. ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നൈറ്റിൽ വന്നാലും കയറാൻ പറ്റും. ഒരുപാട് നൈറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മാക്സിമം 7-8 മണിന്റെ ഉള്ളിൽ ഷോപ്പുകളെല്ലാം ക്ലോസ് ആക്കും കൂടെ. ഇതെന്താ ഷോപ്പാ? ഇത് പണ്ടൂറ മറ്റേ ഇതിന്റെ ഇല്ല ഡയമണ്ടിന്റെ അതിന്റെ ഷോപ്പാണ്. അതിക്ക് സ്പെഷ്യൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. അങ്ങനെ ഓരോ ഷോപ്പുകൾ ഉണ്ടാവും. പിന്നെ ഇവിടെ മറ്റേ സീസൺ ടൈമൊക്കെ ഉണ്ടല്ലോ, ക്രിസ്മസ് അതിന്റെ ടൈമിലൊക്കെ ഇവിടെ ലൈറ്റിങ്ങുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്ട്രാ ഫുഡ് ട്രക്സ് കാര്യങ്ങൾ അതൊക്കെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വിളിക്കും. നല്ല ഭംഗിയുള്ള ഷോപ്പ്. അതിൻ്റെ ഉള്ളിൽ കയറണ അത് വാലന്റൈൻസ് ഡേ ആയിട്ടാണ് കുറെ പബ്ലിസിറ്റി. നല്ല ഭംഗി. എനിക്കതേ വാങ്ങിച്ചൂടെ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒന്നുമില്ല. വാങ്ങിത്തരേണ്ട ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ വാലന്റൈൻ ഓൾവേസ്. ഓക്കെ, പറഞ്ഞു തീർന്നില്ല. ഹാപ്പി ഇവിടെ നമ്മള് ബർത്ത്ഡേക്കിന് ഗിഫ്റ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റില്ല. എല്ലാ കളക്ഷൻസും ഉണ്ടാവും. ഇവിടുന്ന് വരില്ല, നമ്മൾ നോട്ട് ഔട്ടിൽ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് വാങ്ങില്ല. ഇവിടെ എപ്പോഴും ഫുൾ ടൈം ഇല്ലേ മറ്റേ അവിടെ എന്താ പറയാ ഓഫേഴ്സ് ഉണ്ടാവും. കൊറേ ഷൂസ് ഉണ്ടാവും ഓഫേഴ്സ്. പിന്നെ ഇതാണ് ഹൈക്കിന്റെ അടുത്തൊരു ഇഷ്ടപ്പെട്ട സാധനം. ഇതാ ഒരു ട്രക്കാണ് ബബിൾ ടീ. ബബിൾ ടീ പറഞ്ഞാൽ തന്നെ എന്താ പറയാ കണ്ണിന്ന് ഇങ്ങനെ എന്താ വരിക പട്ടികൾക്ക് കളിക്കാനുള്ളതാണോ? ഒന്ന് പോയി ട്രൈ ചെയ്താൽ അതല്ല പട്ടി അല്ല വേണ്ട വേണ്ട. പിന്നെ ക്ലോസ്ഡ് നോക്കട്ടെ ഏതൊക്കെയല്ലേ. It's closed. ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇതിലേതാ വേണ്ടത്? I always prefer chocolate. ചോക്ലേറ്റ് ഇതാ ഒന്ന് മതിയോ? ഇവിടെ എന്താ ജസ്റ്റ് ബബിളോ കുടിക്കണ്ട? എനിക്ക് തോന്നുന്നു ഓരോ ബബിൾസിന്റെ ഇതുണ്ട്. ടാപ്പിയോക്ക, റെയിൻബോ ബബിൾസ്, റെയിൻബോ ചില്ലി, കുറെ ഐറ്റംസ് ഉണ്ട് ടോപ്പിംഗ്സ്. അങ്ങനെ ഇന്നെ കൺവിൻസ് ചെയ്തിട്ട് എന്താണ് ഡേർട്ടി പിസ്താഷിയോ ഒക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, എന്നിട്ട് ഞാൻ പറയണ്ടേ. നമുക്ക് നോക്കി നോക്കാം. അവര് അവിടെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കിട്ടിയിട്ട് ബാക്കി. ഓക്കെ, നമുക്ക് വെറൈറ്റീസ് ഓഫ് കുറേ ടോപ്പിങ്സ് ഉണ്ട്. എന്താ പറയാ, നമ്മളിത് കുടിക്കാത്തതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. ഇത് സ്ഥിരമായിട്ട് കുടിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ പിസ്താഷ്യൊക്കെ വാങ്ങി ഇതാണ്ടാ. എവിടെ ഇങ്ങോട്ട് വാ, അത് കിട്ടിയപ്പോ പിന്നെ മറന്നു, അതിന്റെ പിന്നാലായി. നടക്ക്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്തത് വലുതോ? കുടിച്ചു തീർക്കണം, സമയമുണ്ട്. നടന്നിങ്ങനെ കുടിച്ചു തീർക്കാം. വാ. എന്താണ് യു കെയിൽ വന്നപ്പോൾ ഭയങ്കര ഇതായി, കാരണം ലിറ്ററൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ബോക്സിൽ കൊണ്ടുവരുന്നുണ്ട്. അതെന്താ വെച്ചാൽ കാട്ടെ എനിക്കറിയില്ല. അങ്ങനെ തന്നെ എല്ലാം അറിയണ്ടല്ലോ. പിന്നെ നമുക്ക് മെല്ലെ ഇങ്ങനെ നടക്കാം. ആ ലേക്സിൻ്റെ അടുത്തും കൂടി പോടി, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിൽ കയറാം. ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, അങ്ങനെ അഭിപ്രായം പറയാം. നോക്കട്ടെ. ഇതെന്താ ഫുള്ള് ചൗചവ് പോലെ. ഞാനിതാണ് കുടിക്കില്ല. ഇപ്പോൾ പിസ്താഷ്യ പറഞ്ഞപ്പോൾ എന്നാൽ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. കാരണം എനിക്കൊന്നാമത് ചോക്ലേറ്റ് ഒന്നും വലിയ ഇഷ്ടമല്ല. ചോക്ലേറ്റ് ഐറ്റംസ് പിസ്താഷ്യോന്റെ ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ എടുത്താൽ ട്രൈ ചെയ്തോ. ആ കാണുന്നതാണ് സിനിമാ തിയേറ്റർ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം ഫുഡ് സ്പോട്ടുകളാണ് ഇതൊക്കെ. ഇവിടെ അങ്ങോട്ട് അതുവരെ ഫുഡ് സ്പോട്ടാണ്. അങ്ങനെ റെസ്റ്റൻ ലേക്സിൻ്റെ ആ സൈഡിൽ നിന്ന് ഇപ്പം നമ്മൾ ആ സൈഡിലുണ്ടായിരുന്നു, അവിടെ നേരെ ഇവിടെ എത്തി. ഇതാണ് ലേക്കിൻ്റെ. അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അവിടെ വേറെ ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇടയിൽ കാണാനൊക്കെ. ഇത് സൈക്കിൾ ബേ ആണ്. ഇവിടെയാണ് എല്ലാവരും സൈക്കിളുകളൊക്കെ പാർക്ക് ചെയ്യാം. ഇങ്ങോട്ട്
രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ നടക്കാൻ വരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം കൂടുതലാണ് ഇവിടെയൊക്കെ. ഇതിനടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് നടക്കുകയും കാര്യങ്ങൾ ചെയ്യും. കാരണം അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയും ചെയ്യാം, അതാക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു വ്യൂ ഉണ്ട്, ഇതിൻ്റെ ബാക്കിൽ കൂടെ അങ്ങനെ ഈ ലേക്കിൻ്റെ ഫുള്ളായിട്ട് ചുറ്റി വരാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ട്. ഞാൻ അതിൽ പോയിട്ടില്ല അങ്ങോട്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ എൻഡിൽ പോയിട്ട് ജസ്റ്റ് ആ എൻഡിൽ അവിടെ നിന്ന് ഇത് കൊണ്ട് ബാക്ക് കൂടെ അങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അതാണ്ട് അവിടെ ആൾക്കാർ വരുന്നുണ്ടോ, ആ ഏരിയ കൂടെ അങ്ങനെ നടന്നു വരാം. ഓക്കെ, അതാണ് റെസ്റ്റൻ ലേക്സിൻ്റെ വ്യൂ. അങ്ങനെ ഹൈഫാന അവിടെ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സീനു അവിടെ കുറച്ച് ഇതുണ്ടടി, എന്തൊക്കെയോ ഫ്ലവേഴ്സ് എന്താ വെച്ചിട്ട് തോന്നുന്നു. ഇവിടെയൊക്കെ വെള്ളം കയറിയിരിക്കണം, നോക്കാം. ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇവിടെയൊക്കെ വെള്ളമാണ്. ഇവിടെ അടച്ചിക്കണം അവിടെയൊക്കെ. വാ, എവിടെ? ഇതാണ് അരയന്നം കാണുന്നില്ല. അത് ഒരു ക്യൂവിൻ്റെ പ്രോപ്പർട്ടി എന്നാണ് ഇവിടെ പറയുക. അതായത് സാധനം തല കാണാനല്ല അതിൻ്റെ, അതാ വരുന്നു. അതിനെ ആരും തൊടാനോ പിടിക്കാനൊന്നും പാടില്ല, ഇതൊക്കെ ശിക്ഷാർഹമാണ്. ഇത് എന്താ സ്കൈയിങ്ങിൻ്റെ ഇതൊക്കെയാണ്. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ തോന്നുന്നു പണ്ടെപ്പോഴൊക്കെ, ഇപ്പോഴൊന്നുമില്ല. എന്തുപറ്റി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതാണ് വെള്ളം കയറിയിട്ടേ മൊത്തം ക്ലോസ് ചെയ്തിട്ടാണ്. അവിടെയൊക്കെ അത്യാവശ്യം ഒരു വ്യൂ വെക്കേണ്ടതാണ് ഓരോ ഇതൊക്കെ ആയിട്ട്. ഇതാണ് തവള. പേടിക്കണ്ടായി, എന്നെ പോലെ ഒന്നുമില്ല കാണാൻ. എന്ത് പറ്റി? പിന്നെ ക്രിയേറ്റീവായിട്ട് കുറച്ചുണ്ട് അവിടെ. അതെന്താ ഒരു പക്ഷിയാവുന്നത് അല്ലേ? അവിടെ ഞങ്ങളൊന്നും നടക്കാൻ വയ്യ. അത് ശരി. ഇപ്പം അടുത്തെന്താ വരാൻ പോണത് ഹൈഫ? ഇപ്പം അടുത്തെന്താ വരാൻ പോണ് ഡേറ്റുകളിൽ? അതിന് സംബന്ധമായിട്ട് എന്തെങ്കിലും വെച്ച് കയറുക അവിടെയൊക്കെ. ഇതാണ് കുളത്തിലെ താറാക്കുട്ടികൾ. നീ കൊടുത്ത തന്നെ. എനിക്ക് തന്നെ അവള് തരുന്നില്ല ബബിൾ ടീ, എന്നിട്ടാണ് താറാവിന് കൊടുക്കുന്നത്. അങ്ങനെ ലവേഴ്സിന് വേണ്ടി ഇവർ ഇപ്രാവശ്യം ഒരു ഫ്ലവറിൻ്റെ ഇതാണ് വെച്ചാൽ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാ. പ്ലാസ്റ്റിക് അല്ലത്, ഒരു ലവ് ചിഹ്നം അങ്ങനെ വെച്ചിക്കാണ്. അതിൻ്റെ ഉള്ളിൽ കയറി തരട്ടിരുന്നടി സിനോ. അതാ പറഞ്ഞ അതുപോലെ തന്നെ ചെയ്യേ. വാ പോവാ. ഫോട്ടോ, അതെ, ഇവിടുന്ന് വൈഫിൻ്റെ അഭ്യർത്ഥന വാങ്ങിച്ചൊരു ഫോട്ടോ എടുക്കാൻ പോട്ടെ. അങ്ങനെ ഹാർട്ടെല്ലാം കണ്ടു. ഇനി വാ അങ്ങനെ പോവാം. ഇതാണ്, ഇതെന്താ? ആമൻ്റെ റീസൈക്കിൾ യുവർ പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അത് നല്ല ഒരു ഇതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വേസ്റ്റ് അവിടെ ഇവിടെയും കൊണ്ടുവരില്ല, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇട്ട് കൊടുത്തോളും. അതിന് വേണ്ടി ഹോൾസൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. പ്ലാസ്റ്റിക് ബിൻസും കാര്യങ്ങളൊക്കെ ഇടാൻ. നീ കയറണ്ട, നീ പ്ലാസ്റ്റിക് ബിന്നിൽ പെടില്ല. മനസ്സിലായോ? നമ്മൾ നടന്ന് ഈ ഒരു അറ്റത്തെത്തി. ഇതൊക്കെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളും എല്ലാവിടെയും ഇങ്ങനത്തെ ഗൈഡ്സ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് വേറെ ആർക്കും ചോദിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. എന്ത് പറ്റി? കസാല എവിടെ? അത് വീണ് പോയ കസാലയാണ്. അതെ, ഹൈഫ ബുദ്ധിപൂർവ്വം കളിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബോർഡ്സാണ്. ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമുക്ക് പറഞ്ഞുതരും നമ്മൾ എവിടെ ലൊക്കേഷനിലുള്ളതെന്ന്. പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ട് പോയാൽ എങ്ങനെയാണ്, അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ തന്നെ മൊത്തം ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് ലൊക്കേഷനിലുള്ളത്, ഇവിടുന്ന് ഏത് ഷോപ്പിലേക്ക് നമുക്ക് പോകേണ്ടത്, അതിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഓരോ ഷോപ്പുകൾ സെലക്ട് ചെയ്തിട്ട്. മനസ്സിലായോ ഹൈഫ? നമ്മളെവിടെയാണ്? ആരോ മാർക്ക് കണ്ടെത്തിയില്ലേ? വാ ഞാൻ അങ്ങോട്ട് പോവാം. അങ്ങനെ നടന്നു കൊടുത്ത്. വേറെ കിളി എവിടെ? ഇവിടെ 2 കിളികളുണ്ട് അതവിടെ. പക്ഷെ അവിടൊക്കെ ചെറിയ കിളി. എന്താ കിളിയാണത്? കോഴി ഇവിടെ ഉണ്ട്, അത് അവിടെ ഒന്നുണ്ട്. നോക്കാം എന്തായി പറ്റി. ഒരു വാവ. ഇതെന്താ? ബൂട്ട്സ്. ഇതെന്താ എഴുതിക്കണേ? ഹെൽപ്പ് us കെയർ ഫോർ അമേസിങ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഹെറിറ്റേജ്. ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. നാച്ചുറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവർ മെയിനാണ്. ഞങ്ങൾ നടന്നിട്ട് അവിടെ ആയിരുന്നു പ്രൈമാർക്കും കാര്യങ്ങളൊക്കെ. ഇവിടെ എത്തി, ഈ ഒരു എൻഡിലെത്തി. ഇനി ഇവിടുന്ന് ഈ ഒരു ഏരിയയിലാണ്
പബ്ലിക് വാഷ്റൂംസ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ട്, ഈ കാണുന്ന ലൊക്കേഷനിൽ. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ കൂടെയാണ് നമുക്ക് നടക്കാനുള്ള ഏരിയയൊക്കെ. ഇതാണ് ഇവിടുത്തെ അടുത്തൊരു ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ബോട്ടിംഗ് ആണ്. നമുക്ക് കുറേ റേഞ്ചസ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, കനോൺ ഉണ്ട്, അങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ട്. എത്ര പേഴ്സൺസിൻ്റെ പെഡലിങ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോളോ റൈഡ്സ് നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിലൂടെ എങ്ങനെ നമുക്ക് ഓടിച്ച് നടക്കാം. ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ തോന്നണം അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആയതുകൊണ്ട് എന്തായാലും ആ വക പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇനി ഇവിടെ വരുന്നവർക്കൊക്കെ ഇത് ബെനിഫിറ്റ് ആയിരിക്കും. കുറച്ചും കൂടി നേരത്തെ വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റുന്നുണ്ടാവും. ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരിക.